ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 60 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ ഏറ്റവും ശക്തമായ പ്രബോധനങ്ങളാണ് 6-ാം അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ വസിക്കുന്നതിൻ്റെ, അവൻ്റെ തിരുശരീരവും തിരുരക്തവും ഗോതമ്പപ്പത്തിൻ്റെയും മുന്തിരിച്ചാറിൻ്റെയും സാദൃശ്യത്തിൽ നാം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അവനെ ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്നും അവനെ ഭക്ഷിക്കുമ്പോഴാണ് നമ്മളിൽ ജീവനുണ്ടാവുക എന്നും വളരെ കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം ദിവ്യകാരുണ്യത്തോടുള്ള നമ്മുടെ ഭക്തിയും ആദരവും കൂടുതൽ പ്രോജ്വലിപ്പിക്കാൻ സഹായിക്കുന്ന തിരുവചന ഭാഗമാണ്. മരുഭൂമിയിൽ ഇസ്രായേൽ ജനം ഭക്ഷിച്ച മന്നയും യേശുനാഥൻ അന്ത്യത്താഴ്വേളയിൽ ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുത്ത ജീവൻ്റെ അപ്പവും ഒരേ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസമാണ്. മരുഭൂമിയിലെ മന്ന അവർക്ക് ജീവൻ പകർന്നുവെങ്കിലും അത് ഭക്ഷിച്ചവർ മരിച്ചു. അതിന് യേശു പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. യോഗ്യതയോടെ അവൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ വക്താക്കളായിട്ട് തീരാൻ, ദിവ്യകാരുണ്യത്തിൻ്റെ ഉപാസകരായി തീരാൻ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അനുദിന ജീവിത വ്യാപാരങ്ങളിൽ ക്രിസ്തുനാഥൻ്റെ ദിവ്യകാരുണ്യത്തെ അവഗണിച്ച് കടന്നു പോകാൻ നമ്മൾ പലരും പരിശ്രമിക്കുന്നുണ്ട്. എങ്കിലും ആണ്ടിലൊരിക്കൽ മാത്രം മതി കുമ്പസാരവും വിശുദ്ധ കുർബാനയും എന്ന് വിശ്വസിക്കാനും അങ്ങനെയൊക്കെ ആയിത്തീരാനും ആഗ്രഹിക്കുന്ന ഒരു നല്ല വിഭാഗം ക്രൈസ്തവ സമൂഹത്തിൽ ഇന്നുമുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ഉൾവിളിയുമായിട്ട് ഈശോ നമ്മളെ സമീപിക്കുക. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ നിത്യജീവന് അവകാശികളായിട്ട് മാറും. പാപകരമായ ഈ ലോക ജീവിതത്തിൽ പാപാവസ്ഥയിൽ തുടർന്നുകൊണ്ടല്ല ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം പലവരും ധ്യാനിച്ചിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ അനുഗ്രഹമാണ്. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമാണ്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം എത്രമാത്രം ആവശ്യമുണ്ടോ അതിൽ കൂടുതൽ ദിവ്യകാരുണ്യം നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി തീരേണ്ടതാണ്. എന്നെയും നിങ്ങളെയും രൂപീകരിക്കുന്ന, എന്നെയും നിങ്ങളെയും പരുവപ്പെടുത്തുന്ന, ഞാനും നിങ്ങളുമൊക്കെ നല്ല ക്രിസ്ത്യാനികളായി തീരാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവം ദിവ്യകാരുണ്യ ഭക്തിയിൽ ആഴമുള്ളവരാകാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിൽ മടി കാണിക്കാതിരിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ജീവിക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ജീവൻ്റെ രക്ഷയുടെ അടയാളമാണ്. ഇത് അനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷയുടെ കേദാരമാണ്. ഇവിടെ ഈ ദിവ്യകാരുണ്യ തണലിൽ അഭയം ലഭിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ ദിവ്യകാരുണ്യം നമ്മെ താങ്ങി നടത്താനായി നമ്മളെ തന്നെ അവിടത്തേക്ക് വിട്ടുകൊടുക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും അർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥനയ്ക്കപ്പുറത്ത് ആ ദിവ്യകാരുണ്യത്തെ ഹൃദയത്തോട് ചേർക്കുന്നവനായി, ആ ദിവ്യകാരുണ്യത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവനായി മാറാൻ ഓ നല്ല ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.